ഇനി ഞാൻ ആ പ്രദേശത്ത് നിർത്തും. ആ കട ഞാൻ കാണും. ആ കടയിൽ ഞാൻ കയറും, ചായ കുടിക്കും. ഈ മനുഷ്യന്മാരെ കണ്ടാൽ ഞാൻ ചിരിക്കും, അവരോട് ബന്ധം പുതുക്കും. ഒരിക്കൽ ഞാൻ കുടുംബവുമായിട്ട് ഒരു യാത്ര നടത്തി. പതിവ് പോലെ ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് ഞാൻ എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. കുടുംബമായിട്ട് യാത്ര പോയി. ചെറിയ കുട്ടിയുണ്ട്, ഒരു 9 മാസമായി ആ സമയത്ത്. അപ്പോൾ അവന് ഒരു ചായക്കടയിൽ ഞങ്ങളിങ്ങനെ നിർത്തി. അപ്പോൾ അവന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. പഴം പുഴുങ്ങിയത് മാത്രമാണ് ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ളൂ. അങ്ങനെ അവിടുത്തെ കടയിലെ ചേട്ടനോട് ചോദിച്ചു, പഴം അവിടെ ഉണ്ടോ, ഒന്ന് പുഴുങ്ങി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല, എന്താ അറിയില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കണം, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുക്കണം. എന്നിട്ട് അതിട്ട് അതിൻ്റെ പാകമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് അദ്ദേഹം പുഴുങ്ങി തന്നും ചെയ്തു. നമ്മൾ പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ 2 ആളുകളുണ്ട് അവിടെ, യുവാക്കൾ ഉണ്ട് അവിടെ. ഒരു ആൾ പശുപതി എന്നാണ്, ഒരാളുടെ പേര് ജയറാം എന്നാണ്. അപ്പോൾ അവിടുത്തെ ആളുകളാണ്. അവർ മോനെ ഒരു പൂവ് എടുത്തു കൊടുത്തു, നല്ലൊരു റോസാപ്പൂവ് എടുത്തു കൊടുത്തു. അപ്പോൾ അത് വാങ്ങി അവനെ കൊടുത്ത് കുട്ടി സന്തോഷിച്ചു. പിന്നീട് ഞാൻ അവരെ പറ്റി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ കല്യാണങ്ങളിലേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു ടീമാണ്. അതിനുശേഷം പോകാൻ നേരത്തെ അവർ പറഞ്ഞു, ഇനി കുട്ടികളുണ്ടോ? തമിഴിലാണ് പറയണത്. ഇനി കുട്ടികൾ വണ്ടിയിലുണ്ടെങ്കിൽ ഇനിയും പൂവ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അവർ പൈസ ഒന്നും ആഗ്രഹിച്ച് വന്നവരല്ല. കുട്ടികളെ കണ്ടപ്പോൾ അത് ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിലും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പലപ്പോഴും ടൂറിസം വളരുന്നത് നാട്ടുകാരുടെ പെരുമാറ്റം കൊണ്ടുകൂടിയാണ്. എത്ര ഭംഗിയുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടും നാട്ടുകാരുടെ പെരുമാറ്റം വളരെ അബദ്ധമാണെങ്കിൽ ടൂറിസം അവിടെ വളരില്ല. എന്ന് മാത്രമല്ല, ചില അങ്ങാടികളൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, അപ്പുറത്തെ അങ്ങാടി നല്ലോണം വളർന്നു, ഇപ്പുറത്തെ അങ്ങാടി നല്ലോണം വളർന്നു, ഈ അങ്ങാടി വളരുന്നില്ല. നാട്ടുകാരുടെ പെരുമാറ്റവും സ്വഭാവവും ഒരു പ്രദേശത്തെ വളർത്തുന്നതിലും തളർത്തുന്നതിലും നല്ല സ്വാധീനമുണ്ട്. നമ്മൾ കച്ചവടപരമായിട്ട് മാത്രം ചിന്തിക്കേണ്ട, നമ്മുടെ കടമയാണ് നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഭൗതികമായിട്ട് ഇങ്ങനത്തെ ഗുണങ്ങളും കൂടി ഉണ്ടാവും. ഇനി ഞാൻ ആ പ്രദേശത്ത് നിർത്തും. ആ കട ഞാൻ കാണും. ആ കടയിൽ ഞാൻ കയറും, ചായ കുടിക്കും. ഈ മനുഷ്യന്മാരെ കണ്ടാൽ ഞാൻ ചിരിക്കും, അവരോട് ബന്ധം പുതുക്കും. എനിക്കെന്തെങ്കിലും പൂക്കളുടെയോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരെ ബന്ധപ്പെടും. ഇതൊരു നല്ലൊരു അനുഭവം. പലയിടത്തും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള നല്ലൊരു അനുഭവം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്തെന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോ നാടിനും അതുപോലെയുള്ള കുറേ സ്നേഹത്തിൻ്റെ ചേർത്തുപിടിക്കലിൻ്റെ കഥകൾ പറയാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയപ്പെടാറുള്ളതാണ് കോഴിക്കോടുള്ള ഓട്ടോക്കാരുടെ അല്ലേ, അവരുടെ സഹകരണത്തെക്കുറിച്ച് പൊതുവെ അതേപോലെ തന്നെ ഇനി വീടാണെങ്കിലും വീട് അയൽവാസി നന്നായാലേ എന്തുള്ളൂ, അഥവാ ആ വീട് അയൽവാസികൾ മോശമാണെങ്കിൽ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആളുകൾ എന്ത് ചെയ്യില്ല, അടുക്കൂലല്ലോ. അത് അപ്പുറത്തുള്ള എന്താണ്, ഇനി ഒരു മോളെ കെട്ടിച്ചയക്കുകയാണെങ്കിലോ, ഒരു മോൾ എന്ത് ചെയ്തു, കെട്ടിച്ചയക്കുമ്പോൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു പഴമയുള്ള വർത്തമാനമുണ്ട്, അടുക്കള മോശമാണ്. അതൊരു സിഗ്നൽ, അടുക്കള മോശമായതുകൊണ്ടല്ല, അടുക്കളയിലേക്ക് അരിയും മാറാലയും അങ്ങനെ ഉണ്ടായിട്ടല്ല, ടൈല് വിരിക്കാഞ്ഞിട്ടൊന്നല്ല, മറിച്ച് അത് അവിടെയുള്ള ആ അടുക്കള ഭരിക്കുന്ന ആൾ എന്താണ്, മോശമാണ് എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ എല്ലായിടത്തും പെരുമാറ്റം എന്ത് ചെയ്യുക, തീർച്ചയായും നന്നാക്കിയാൽ അവിടെ എന്ത് ചെയ്യും, തേൻകൂടത്തിൽ എന്തുണ്ടാവുള്ളൂ, കൈയിട്ട് വാരുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, എല്ലാവരും വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല നാടുകളിലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ കേരളക്കാരല്ല, അൽഹംദുലില്ലാ, പൊതുവെ എന്താണ്, ആളുകളെ സ്വീകരിക്കുന്നിടത്തും ഒരു അപകടം വന്നാലും ഒരു സഹായം ചോദിച്ചാലും എല്ലാം കൈമേ മറന്നിട്ട് എന്ത് ചെയ്യും, ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ തമിഴ്നാടൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഉള്ള ആളുകൾ മോശമായിട്ടല്ല, പക്ഷെ നമുക്ക് പുറത്തു പോകുമ്പോൾ വല്ലാതെ എന്ത് ചെയ്യലില്ല, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. ഓക്കെ.